ബിഗ് ബോസ് വീടിനകത്ത് വളരെ നല്ലൊരു എന്റർടൈനർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് നെവിൻ. നെവിൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അതിനകത്തൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എപ്പിസോഡിലും BB+ലും എല്ലാം തന്നെ. ബിഗ് ബോസ് കൊടുത്തൊരു ബാൻഡ് ഉണ്ടല്ലോ, ആ ബാൻഡ് 3 ടീമിന്റെ കയ്യിലാണുള്ളത്. ഒന്ന് നമ്മുടെ ജിസേലിന്റെ കയ്യിലുണ്ട്, രണ്ടാമത്തേത് ആര്യന്റെ കയ്യിലുണ്ട്, മൂന്നാമത്തേത് നമ്മുടെ നോറ, ആദില അവരുടെ കയ്യിലുണ്ട്. സോ ഇവർക്ക് മാത്രമാണ് അവരുടെ ഡ്രസ്സുകൾ, മേക്കപ്പ് സാധനങ്ങൾ, പെട്ടി ഇതെല്ലാം കിട്ടിയിട്ടുള്ളത്. വേറെ ആരുടെ കയ്യിലും ഇല്ല. അപ്പൊ ഈ ഒരു ഹാൻഡിൽ കെട്ടുന്ന ബാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആര്യന്റെ ബാൻഡ് കാണാനില്ല. എനിക്ക് തോന്നുന്നു ജിസേലിൻ്റെതും കാണാനില്ലെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യൻ്റെതും കാണാനില്ല. അപ്പൊ ഇതെവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. അതറിയാവുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ നെവിനാണ്. അതും ഈ എല്ലാവരും മേക്കപ്പ് ചെയ്യുന്ന, പ്രത്യേകിച്ച് വിമൺ കണ്ടസ്റ്റൻസ് ഒക്കെ മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ അവിടെ വെച്ചിട്ടുള്ള ഫ്ലവർ വൈസ്, മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ആ ബോക്സുകൾ, ഫ്ലവർ വേസിന്റെ അകത്തൊക്കെയാണ് ഈ നെവിൻ പല പല സാധനങ്ങൾ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു സാധനം ഹാൻഡിൽ കെട്ടുന്ന ബാൻഡാണ്. രണ്ടാമത് ഇന്നത്തെ ടാസ്കിൽ നെവിൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു ഗോൾഡ് കല്ലുണ്ടല്ലോ, അതായത് നമ്മുടെ അക്ബർ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചത് നെവിൻ്റെ കയ്യിലാണ്. കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അക്ബർ കൊടുത്തത് നെവിൻ്റെ കയ്യിലാണ്. നെവിൻ അതിൽ നിന്ന് ആ ഗോൾഡ് കല്ല് അടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ പിന്നീട് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു റെഡ് കല്ല് അതിന് പകരമായിട്ട് തിരിച്ചു വാങ്ങുന്നതൊക്കെയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നെവിൻ പല സാധനങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്തെല്ലോ സാധനങ്ങൾ അവിടെയുണ്ട്. ആ ഒരു മേക്കപ്പ് ഏരിയയിൽ പല സാധനങ്ങൾ ഓപ്പൺ ചെയ്തൊക്കെ നോക്കേണ്ടി വരും. ആ ഫ്ലവർ വൈസിൽ നിന്ന് പൂവും ഇലയും കായും ഒക്കെ പറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അതിനകത്ത് പലതും ഉണ്ടാവും. മേക്കപ്പ് ബോക്സുകളുടെ ഒക്കെ അടിയിലുണ്ടാവും. അതുപോലെ ടിഷ്യൂസ് വെച്ചിരിക്കുന്ന ബോക്സിന്റെ അകത്ത് വരെ ഓരോ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അത് ആക്ച്വലി മിക്കവാറും വീക്കെൻഡിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പോഴത്തെ ടാസ്കുകൾ എൻഡ് ചെയ്യുന്ന ടൈമിലോ ഒക്കെ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ചോദിക്കും, ഇന്ന സാധനങ്ങളൊക്കെ ആരുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് ചിലപ്പോൾ ആ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നെവിൻ്റെ കേസിൽ നെവിൻ ഈ ഹാൻഡിൽ കിട്ടുന്ന ബാൻഡൊക്കെ അടിച്ചു മാറ്റുമ്പോൾ നെവിൻ പറയുന്ന ഒരു ന്യായമുണ്ട്. നെവിൻ എല്ലാം വന്നിട്ട് ക്യാമറയെ നോക്കി പറയുന്നുണ്ട് കേട്ടോ. ഓഡിയൻസിനോടും ബിഗ് ബോസിനോടും കൺവേ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ്. ഗോപാലൻ എന്തെടുത്താലും അതിനൊരു റീസൺ ഉണ്ടാവും. മാധവൻ എടുത്തതൊന്നും നമ്മുടെ ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടുമില്ല. അതുപോലെയാണ് നെവിൻ്റെ ഒരു സ്റ്റാൻഡ്. നെവിൻ്റെ ഇപ്പോഴത്തെ കൊടുത്തിരിക്കുന്ന വസ്ത്രത്തിലൊന്നും ഒട്ടും ഹാപ്പി അല്ല. പുള്ളി ഭയങ്കര ഇൻസെക്യൂരിറ്റി ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളി ആഗ്രഹിക്കുന്ന പോലെ ഡ്രസ്സ് ചെയ്ത് നടക്കണം എന്നൊക്കെ ഉണ്ട്. അതിന് പുള്ളിയുടെ പെട്ടി കിട്ടിയാലേ പറ്റൂ. ആ പെട്ടി കിട്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പിന്നെ പുള്ളിയുടെ ആവശ്യത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് പുള്ളി വേറെ ഒന്നും നോക്കുന്നില്ല, അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എപ്പോഴാണോ ഇനി ബിഗ് ബോസ് അത് എടുക്കാൻ പറയുന്നത് ആ സമയത്ത് മാത്രമേ അവിടെ നിന്ന് എടുക്കുള്ളൂ. മാത്രമല്ല ശ്രദ്ധിച്ചു നോക്കിയാൽ നെവിൻ കള്ളമൊന്നും പറഞ്ഞിട്ടുമില്ല. ഇവൻ ഇന്ന് തന്നെ ബെഡ്റൂമിൽ നിന്ന് ആര്യൻ ഇറങ്ങി നടന്നു പോകുമ്പോൾ ആര്യൻ കേൾക്കാൻ പാകത്തിന് തന്നെ നെവിൻ എൻ്റെ കയ്യിലുണ്ട് എന്നിങ്ങനെ തമാശയായിട്ട് പറയുന്നുണ്ട്. പതിയെ 2-3 തവണ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് നെവിൻ ആക്ച്വലി കള്ളം പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, നെവിൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിലുണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഒരു വിചിത്രമായ ഗെയിമാണ് നെവിൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും നെവിൻ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് തൊട്ട് അവിടെ അറിയത്തുമില്ല. അതാണ് ഇതിൻ്റെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം. സോ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് നെവിന് കിട്ടുന്നതുകൊണ്ട് ഇത് കാരണം തികച്ചും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നു. അതേ സമയത്ത് ആരുടെയും പേഴ്സണൽ സാധനങ്ങളൊന്നും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല. ഗെയിമിന്റെ ഭാഗമായി കിട്ടുന്ന പ്രോപ്പർട്ടീസ് ആണ്, അതെടുക്കാൻ അവിടെ എപ്പോഴും പറ്റും. അതൊരു വലിയ മോഷണമോ അങ്ങനെയൊന്നുമല്ല, അത് പാർട്ട് ഓഫ് ഗെയിമാണ്. ഈവൻ ഇന്നിപ്പോ നമ്മുടെ ആര്യന്റെ കയ്യിൽ നിന്ന് ആ കല്ല് അവിടെ വീണപ്പോൾ ഷാനവാസ് ഉടനെ തന്നെ പോയി എടുത്തു. ബ്രില്യന്റ് മൂവ് ആയിരുന്നു. അങ്ങനെയാണ് കളിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹാൻഡിൽ കിട്ടുന്ന ബാൻഡ് ഒരാൾ അശ്രദ്ധമായിട്ട് എവിടെയെങ്കിലും ഇട്ടിരിക്കുകയാണെങ്കിൽ നൈസിനെ എടുത്ത് കയ്യിൽ വെച്ചോണം. കാരണം എപ്പോഴാണ് നമുക്കത് ഗുണം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ്. അതിലുപരിയായിട്ട് അത് ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ബിഗ് ബോസ് എപ്പോഴും ചോദിക്കുന്നത് ആരുടെ കയ്യിലാണ് ഇതുള്ളത് എന്നുള്ളതാണ്. അത് ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അയാളുടേതായിട്ട് മാറും. അവിടെ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. ആ ഒരു കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് നെവിൻ ഈ പണിയൊക്കെ ചെയ്തു കൂട്ടുന്നത്. അത് നെവിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം. എന്തായാലും വളരെ രസകരമായ ഒരു ഗെയിം അവിടെ നെവിൻ കളിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.